ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് സെക്കൻഡ് ഡേ ആയിരുന്നു ഹോസ്പിറ്റലിൽ. ഇപ്പം ഒ ടിയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഡ്രസ്സ് മാറണമെന്ന് പറഞ്ഞു സിസ്റ്റർ. ഒ ടി ഡ്രസ്സ് തരും. പിന്നെ അതിന് മുമ്പ് ഈ ട്രിപ്പ് ക്ലിയർ കഴിയണമെന്ന് പറഞ്ഞു. അപ്പം ഈ സമയത്ത് വലിയ ടെൻഷനൊന്നും ഇല്ല, ഹാപ്പി ആയിട്ട് തന്നെയാണ് ഇരുന്നത്. പക്ഷേ മനസ്സിൽ ഒരു ചെറിയ ഇതുണ്ടെങ്കിലും അതിനുശേഷം സിസ്റ്ററോട് സംശയങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. സിസ്റ്റർ പറഞ്ഞു ഈ ട്രിപ്പ് തീരണം എന്നൊക്കെ പറയുന്നുണ്ട്. രാവിലെ ആട്ടോ, ഏകദേശം ഒരു 7-8 മണിയൊക്കെ ആയ ടൈമായി ആ ടൈം. പക്ഷേ ഈ ഒരു ടൈം ഉണ്ടല്ലോ, ഈ ട്യൂബ് ഇട്ടതിന് ശേഷമുള്ള ടൈം എനിക്ക് എണീറ്റ് നിൽക്കാൻ പോലും വയ്യാത്തൊരു അവസ്ഥയായിട്ട് മനുഷ്യൻ ടെൻഷനുണ്ട്. പക്ഷേ റിച്ചുകുട്ടൻ ടൈമിൽ എനിക്ക് ഇങ്ങനെയുള്ള ടെൻഷനൊന്നും ഇല്ലായിരുന്നു. എല്ലാവരും പറയുന്നുണ്ട് ടെൻഷൻ അടിക്കാൻ. എനിക്ക് എൻ്റെ റിച്ചുമ്മ വന്ന് ഉമ്മയൊക്കെ തരുന്നുണ്ട്. എനിക്കതും കൂടെ ആയപ്പോൾ ഒത്തിരി സങ്കടമായി. വീട്ടിലോട്ട് പോകാൻ നേരം ഇപ്പം വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഇപ്പം ഒ ടിയിൽ നിന്ന് സിസ്റ്റർമാർ വരും, അവർ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നല്ല ടെൻഷനുണ്ട്, നല്ല പേടിയുണ്ട്. സത്യം പറഞ്ഞാൽ എന്നെക്കാട്ടി പേടിയും ടെൻഷൻ എൻ്റെ മോനായിരുന്നു കേട്ടോ. അവൻ്റെ നിപ്പും നോട്ടും ഒക്കെ കണ്ടിട്ടായിരുന്നു എനിക്ക് ടെൻഷൻ. റിച്ചുമോനെ ഇട്ടിട്ട് പോയെങ്കിൽ അവൻ വഴക്കുണ്ടാക്കും എന്നുള്ള പേടിയുണ്ട്. കാരണം എന്നെ മാറി ഇത്തിരി സമയം പോലും അവൻ നിന്നിട്ടില്ല. സിസേറിയൻ കഴിഞ്ഞിട്ട് ഒരു നൈറ്റ് ഹോസ്റ്റോപ്പിൽ കിടക്കണമെന്ന് പറഞ്ഞപ്പോൾ നിൽക്കുമോ, എന്നെ കാണാൻ നിൽക്കുമോ എന്നുള്ള പേടിയൊക്കെ എനിക്കുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ടൈമിൽ എനിക്ക് ഇത്രയും പേടിയൊന്നും ഇല്ലായിരുന്നു. ഫസ്റ്റ് ടൈം സത്യം പറഞ്ഞാൽ ഓപ്പറേഷനാണെന്ന് സിസേറിയൻ നടത്തുന്നത് അറിയത്തില്ലായിരുന്നു. കാരണം നമ്മൾ വെയിറ്റ് ചെയ്തായിരുന്നു റിച്ചുവിന് വേണ്ടി കുറച്ച് ടൈം. ഡെലിവറി തന്നെ നടക്കും, നോർമൽ ഡെലിവറി തന്നെ നടക്കുമെന്ന് വിചാരിച്ച് കുറേ വെയിറ്റ് ചെയ്തു. അതിന് ശേഷമാണ് പെട്ടെന്ന് ഒ ടിയിലോട്ട് മാറ്റി ഷിഫ്റ്റ് ചെയ്തത്. അപ്പോൾ എനിക്ക് അത്ര വലിയ ഒന്നും അറിയത്തില്ല, അതുകൊണ്ടായിരിക്കും പെട്ടെന്ന് മറ്റു വലിയ പേടിയൊന്നും തോന്നിയില്ല. പക്ഷേ ഇത് സിസേറിയനാണെന്ന് അറിയായിരുന്നു, അന്നത്തെ കാര്യങ്ങളൊക്കെ അറിയായിരുന്നു. അതുകൊണ്ട് ചെറിയൊരു പേടി, സത്യം നല്ല പേടിയുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഇന്ന് ഒ ടിയിലേക്ക് പോകാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ടായിരുന്നു പിന്നെ ഇങ്ങനെ പോകാമെന്ന് വിചാരിച്ചത്. എല്ലാവരും നല്ല ധൈര്യമൊക്കെ തരുന്നുണ്ട്. സിസ്റ്റർമാർക്കൊക്കെ നല്ല പരിചയമായതുകൊണ്ട് അങ്ങനൊരു കുഴപ്പം, ഒരു ടെൻഷൻ നമുക്ക് വന്നില്ല. എന്നാലും സിസ്റ്ററിനോട് പറയുന്നുണ്ട് ഇത്രയും നേരം നല്ല ഹാപ്പി ആയിരുന്നല്ലോ, ടെൻഷനൊന്നും അടിക്കാതെ ധൈര്യമായിട്ട് പോയിട്ട് പോകാമെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ എന്താണെന്ന് അറിയത്തില്ല, മനസ്സിലൊരു വിഷമം കണക്ക് തോന്നിയിരുന്നു. വീട്ടിലോട്ട് പോവുകയാണ്. എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹമൊക്കെ വേണം കേട്ടോ. കുഞ്ഞാവായ നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഒ ടിയിലേക്ക് കുറച്ച് നമ്മുടെ റൂം 4th ഫ്ലോറിലായിരുന്നു, ഒ ടി 3rd ഫ്ലോറിലായിരുന്നു. ഇപ്പം രാജേഷനും ഉണ്ടായിരുന്നു ഒ ടിയിൽ. രാജേഷന് അവിടെ സത്യം പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും വലിയ ഒരു ധൈര്യമായിരുന്നു കേട്ടോ രാജേഷനും കൂടെ ഉള്ളത്. ടെൻഷനൊന്നും അടുത്തുണ്ടല്ലോ എന്നുള്ളൊരു വിശ്വാസം, അത് തരുന്നൊരു ധൈര്യം വളരെ വലുതാണ്. ഇവിടെ ഭയങ്കര വെയിറ്റിംഗ് ഒക്കെയാണ് കേട്ടോ. ഈ വീഡിയോ എടുത്ത് ഞാൻ കണ്ടപ്പോൾ ഒരുപാട് നേരം ഇത് നോക്കിയിരുന്നു. എല്ലാവരും നല്ല രീതിയിൽ വെയിറ്റിംഗ്. അത് എടുത്തപ്പോഴേ അവൾ പറഞ്ഞില്ലായിരുന്നു, നല്ല ടെൻഷൻ അടിച്ചുള്ള വെയിറ്റിംഗ് ആയിരുന്നു. ചേട്ടായി തന്നെയാണ് ഞങ്ങൾ നേരത്തെ തീരുമാനിച്ചാണ് കുഞ്ഞുവാവ എടുക്കുമ്പോൾ ഇച്ചുമതി തന്നെ കൊടുക്കത്തുള്ളൂ. അവനാണ് ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്തിരുന്നത് കുഞ്ഞുവാവേനെ. ഞങ്ങൾ ഡ്യൂട്ടിക്ക് പോയിട്ട് ബാംഗ്ലൂർ വരുന്ന സമയത്ത് എപ്പോൾ ഒരു വീഡിയോ കണ്ടല്ലോ, അമ്മ എനിക്കും വേണം കുഞ്ഞാവേനെ വേണം. അങ്ങനെ അവൻ്റെ കുഞ്ഞാവയാണ്, അവന് വേണം കുഞ്ഞാവേ എന്നുള്ള നിർബന്ധത്തിന് പുറത്താണിപ്പം. എന്ത് കെയറിങ് ആയിരുന്നു അറിയോ റിച്ചുമോൻ. ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ഭയങ്കര കെയറിങ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ തീരുമാനിച്ചാണ് കുഞ്ഞാവ എടുത്തുകൊണ്ട് വന്നോണേ അവൻ്റെ കയ്യിലോട്ടേ കൊടുക്കത്തുള്ളൂ, അവൻ്റെ വാവയാണെന്ന്. അങ്ങനെ ചേട്ടായി അവൻ്റെ കയ്യിൽ കൊടുത്ത് എനിക്ക് ഒരുപാട് കണ്ണ് നിറഞ്ഞൊരു, ഞാൻ കണ്ടില്ല കേട്ടോ, എനിക്ക് വീഡിയോ ഒക്കെ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് കണ്ണ് നിറഞ്ഞു. എൻ്റെ മോൻ്റെ കയ്യിൽ കുഞ്ഞാവ വെച്ച് കൊടുത്തപ്പോൾ അവൻ്റെ വാവ ഇന്ന് റൂമിൽ വന്ന ശേഷം കൊണ്ട് ഇതേ കണക്ക് വെച്ചുകൊണ്ടിരിക്കുക, ഞാൻ നോക്കിക്കോളാം വാവേനെ. പിന്നെ പുള്ളിക്ക് ടെൻഷനാണ്. ഞാൻ അംഗനവാടി പോകുമ്പോൾ വാവേനെ ആരുടെ കൊടുക്കും, ആര് നോക്കും, എല്ലാവരും അവൻ നോക്കുന്നതാണെങ്കിൽ വാവയെ നോക്കുമോ, അതൊക്കെ പുള്ളിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. റൂമിൽ വെച്ച് എപ്പോഴും ഇങ്ങനെ മടി വെച്ചുകൊണ്ടിരിക്കും. സത്യം പറഞ്ഞാൽ എൻ്റെ മോന് നല്ല വിഷമമുണ്ടായിരുന്നു. അവന് ഞാൻ ഒ ടിയിൽ കയറിയിട്ട് അമ്മ പറഞ്ഞു, ഞാൻ രണ്ടാമത് ഒ ടി ഹോസ്റ്റോപ്പിൽ ഡെലിവറി കഴിഞ്ഞ് എന്നെ വന്ന് കണ്ടപ്പോഴാണ് എൻ്റെ മോൻ ആശ്വാസം. അത് കഴിഞ്ഞ് ഞാൻ ഫുഡ് കഴിച്ചെന്ന് പറഞ്ഞു. പാവമാണ് എൻ്റെ മോൻ, ഒത്തിരി ടെൻഷൻ അടിച്ചു, പാവം. അവിടെ നിന്നോട് ചോദിക്കുന്നുണ്ട് കേട്ടോ, പാല് കുടിച്ചോ വാവയെ, വയറ് നിറഞ്ഞോ വാവയെന്നൊക്കെ. എന്നിട്ട് ചേട്ടായി കുഞ്ഞാവെ എടുത്തപ്പം താഴെ കിടത്ത് ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. ഈ ടൈമിൽ തന്നെ റൂമിലേക്ക് മാറ്റിയതേ ഉള്ളൂ, റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തതേ ഉള്ളൂ. നല്ല പെയിൻ ഉണ്ടായിരുന്നു, അനങ്ങാൻ വയ്യാത്ത ഒരു അവസ്ഥയായിരുന്നു. അപ്പം ഒരുപാട് സന്തോഷമുള്ളൊരു നിമിഷം ഇത് കാണുമ്പോൾ ഒത്തിരി സന്തോഷം തന്നിട്ടുണ്ട്. വേദനയുണ്ട്, അതുപോലെ അനങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഡെലിവറി ബ്ലോഗ് ഇടുന്നില്ലേ എന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. ഡെലിവറി ബ്ലോഗ് താമസിച്ച് എന്താണെന്ന് വെച്ചാൽ ഹെൽത്ത് നോക്കിയാൽ വേണ്ടി നല്ല പെയിൻ ഉണ്ടായിരുന്നു സിസേറിയൻ ആയതുകൊണ്ട്. അപ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി. ഒരുപാട് പേര് മെസ്സേജ് അയച്ച് കുഞ്ഞാവെക്കുറിച്ചും റിച്ചുവിനെക്കുറിച്ചും ചോദിക്കുന്നുണ്ട്. 2 പേരും സുഖമായിട്ടിരിക്കുന്നു.